ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പുൾമിയപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അതും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഇളനീർ ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് 3/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ 1 ടീസ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിനേക്കാളും ഒരല്പം കുറവ് അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു തവണ അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 തവണ 3 തവണയൊക്കെ വേണമെങ്കിൽ അരിച്ചെടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാനും സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ആദ്യം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾക്ക് 3/4 കപ്പ് വരെ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ മൈദേൻ്റെ അളവിൽ തന്നെ നിങ്ങൾ പഞ്ചസാര എടുക്കണം. ഇതിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് 1/2 കപ്പിൽ എടുത്തത്. അപ്പോൾ പഞ്ചസാര ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മുട്ടേൻ്റെ മിക്സിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേക്ക് ചെയ്തെടുക്കുന്നവരാണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. ഇനിയിപ്പം നിങ്ങൾ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ വളരെ ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് അതിൽ കൂടുതൽ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് വളരെ ലോ സ്പീഡിലിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. പൊടികളെല്ലാം മുഴുവനായിട്ട് മുട്ടൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്നും കൂടി ലൂസാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്താലും മതിയാവും. കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതൊന്ന് തട്ടി കൊടുക്കുക ആ ടിന്ന്. അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വേണം നമ്മൾ ഈ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏത് പാനിലാണോ വെക്കുന്നത് അത് ഒരു 10 മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. എന്നിട്ട് നമ്മുടെ കേക്ക് ടിന്ന് വെച്ചതിന് ശേഷം 20 മിനിറ്റ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്ന ടൈം. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇളനീര് കൊണ്ടുള്ള ഒരു സോസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ ഇളനീരിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. ഇതിൽ ഓൾറെഡി മധുരം ഉണ്ടായതുകൊണ്ട് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല. ക്രീം ഇവിടെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇളനീരിൻ്റെ ഫ്ലേവർ കൊണ്ടുവരാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ സോസ് ഉണ്ടല്ലോ, ഇളനീരിൻ്റെ സോസ്, അതിൽ നിന്ന് ഒരല്പം ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ഇത് കറക്റ്റ് 20 മിനിറ്റാണ് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിനായിട്ട് ഞാൻ നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം 1/2 കപ്പ് അളവിലുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് തന്നെയാണ് കേക്ക് വെറ്റ് ചെയ്തെടുക്കാനായിട്ട് ചേർക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം ആ ഇളനീരിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കേക്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഇവിടെ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് പുൾമിയപ്പ് കേക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു പ്ലേറ്റിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നമ്മൾ ചെയ്ത് വെച്ച ഇളനീരിൻ്റെ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും നമുക്ക് ഐസിങ് ചെയ്തെടുത്തിട്ട് വരാം. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോ ലെയറിലും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇളനീരിൻ്റെ ആ സോസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാ കേക്ക് പോലെ മുഴുവനായിട്ട് ക്രീം വെച്ച് ഐസിങ് ചെയ്യണമെന്നില്ല. ഓരോ ലെയറിലും ചെയ്തതിന് ശേഷം ആ പ്ലേറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലോട്ട് മാറ്റുകയാണ് കേക്ക്. ശേഷം നമുക്ക് നമ്മുടെ പുൾമിയപ്പ് കേക്കിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സോസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഏകദേശം 1/2 കപ്പോളം നമ്മൾ ചെയ്തെടുത്ത ആ സോസ് ഉണ്ടാകും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടിയത്. ഇതേപോലെ ഇത്തിരി ലൂസായിട്ടുള്ളതാ. അപ്പോൾ ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കവർ ചെയ്യുന്നത് ഈ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു കവറുണ്ട്. അത് 2 കവർ ഞാനിതാ ഇതേപോലെ എടുത്തിട്ട് അവിടെ ഒന്ന് ടേപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഇതേപോലെ അങ്ങ് സീൽ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ചെയ്ത് വെച്ച ഇളനീരിൻ്റെ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരല്പം ഇളനീരിൻ്റെ പീസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരല്പം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുൾമിയപ്പ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച സോസ് എല്ലാം ഇതിലൂടെ അങ്ങ് ഒലിച്ച് വരണം. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരേപോലെ ഒരേ ലെവലിലാക്കാൻ പറഞ്ഞത് അപ്പുറത്തെ സൈഡിലാണ് സോസ് ഒരല്പം കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് പെട്ടെന്ന് ട്രിപ്പായി പോയത്. പക്ഷേ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് സാധാ ഐസിങ് ചെയ്തെടുക്കുന്ന പോലെ അല്ലല്ലോ നമ്മുടെ ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നതൊക്കെ. അപ്പോൾ ഈ സോസും കൂടി ഉണ്ടായപ്പം ഈ കേക്കിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എല്ലാവരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്